ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2011 പുറത്തിറങ്ങിയ ദി പ്രീസ്റ്റ് എന്ന് പറഞ്ഞ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെല്ലാവരെയും മറ്റൊരു ലോകത്തേക്ക് തന്നെ കൊണ്ടുപോകുന്ന, ഇതിൽ നമുക്ക് ആക്ഷൻ, ഹൊറർ, ത്രില്ലർ, സൈഫൈ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വിചിത്ര ലോകത്തേക്ക്, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു മൂവിയാണിത്. അതുകൊണ്ട് കൂടുതലായിട്ടും പറഞ്ഞ് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. നമ്മളെപ്പോഴും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു 5 പേരടങ്ങുന്ന ടീം കറുത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരു വലിയ ഗുഹയ്ക്കുള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നു. ആ ഒരു കൂട്ടത്തിൽ സ്ത്രീകളുണ്ട്, അതേപോലെ തന്നെ പുരുഷന്മാരുണ്ട്. അങ്ങനെ ഇവരകത്തേക്ക് കയറി പോകുന്നതും ഇവരുടെ എല്ലാവരുടെയും നെറ്റിയിലായിട്ട് ഒരു കുരിശിൻ്റെ സിമ്പല് പച്ച കുത്തിയിട്ടുണ്ട്. ഇതെന്തിനാണെന്നുള്ള കാര്യം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ മുന്നിൽ പോകുന്ന ആ ഒരുത്തനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അവനെ വിളിക്കുന്നത് പ്രീസ്റ്റ് എന്നാണ്. അങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് നടന്നിങ്ങനെ പോകുന്നതും അവരുടെ കൂട്ടത്തിലുള്ള ഒരു ലേഡിയെ പെട്ടെന്ന് മണ്ണിനടിയിൽ നിന്നും എന്തോ ഒന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതും അപ്പോഴാണ് കാണിക്കുന്നത്. ആഹാ, ആ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് മനുഷ്യനെ തിന്നുന്ന വാമ്പയറുകളുണ്ട്. അതാണ് ഇവരെ ഇപ്പോൾ ആക്രമിക്കാൻ വരുന്നത്. അങ്ങനെ ഇത് കാണുന്നതും ഇവർക്ക് എന്തായാലും അവിടെ അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. കാരണം ഈ ഒരു വാമ്പയറുകൾ ഒരുപാട് തന്നെയുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് അവരുടെ കൂട്ടത്തിലുള്ള ഇവരെല്ലാവരെയും പ്രീസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീസ്റ്റിൻ്റെ കൂട്ടത്തിലുള്ള ഒരു തന്നെ ആ ഒരു വാമ്പയറുകളെല്ലാം പിടിക്കുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിലും അവനെ പിടിച്ച് രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അധികം നേരം പിടിച്ചു നിൽക്കുന്നതിന് മുന്നേ തന്നെ അവനെ ആ ഒരു വാമ്പയറുകൾ വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് മറ്റൊരു സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ മനുഷ്യരുടെ തുടക്കം മുതൽ തന്നെ വാമ്പയറുകളും മനുഷ്യരുമായിട്ട് ഈ ഭൂമിയിൽ ഒരു യുദ്ധം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു യുദ്ധത്തിൽ മനുഷ്യരാണ് തോറ്റിരുന്നത്. കാരണം മനുഷ്യരെക്കാൾ വേഗതയും ശക്തിയും വാമ്പയറുകൾക്കുണ്ട്. അതുകൊണ്ട് അവരോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ ഒരു യുദ്ധം വർഷങ്ങളോളം നടക്കുന്നത് കാരണം മനുഷ്യന്റെ കുലം തന്നെ ഇല്ലാതാവുമെന്ന് പേടിച്ച മനുഷ്യരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വലിയ സഭയുടെ നേതൃത്വത്തിൽ ഒരു സിറ്റി തന്നെ അവിടെ നിർമ്മിച്ചു. ആ ഒരു സിറ്റിക്കുള്ളിലേക്ക് വെളിയിൽ നിന്ന് ഒരിക്കലും ഈ വാമ്പയറുകൾക്ക് കടന്നു വരാൻ കഴിയത്തില്ല. അങ്ങനെ ഒരുപാട് കാലം മനുഷ്യര് ആ ഒരു സിറ്റിക്കുള്ളിൽ വാമ്പയറുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു വാമ്പയറുകൾ മനുഷ്യനെ ആക്രമിക്കാൻ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. വാമ്പയറുകളെ തടയാനായിട്ടുള്ള ചില പോരാളികളെ അവർ തയ്യാറാക്കാൻ തുടങ്ങി. അവർക്ക് നിയമങ്ങളും പ്രത്യേക ജീവിത രീതികളും ഉണ്ടായിരുന്നു. അതുപോലെ വാമ്പയറുകളെ കാട്ടി കൂടുതൽ വേഗതയും അവരെ കൊല്ലാനായിട്ടുള്ള കഴിവും അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസ മുറകളും അവർക്ക് കൊടുത്തിരുന്നു. അവരെയാണ് പ്രീസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രീസ്റ്റുകൾ വാമ്പയറുമായിട്ട് യുദ്ധം ചെയ്ത് ഒരുപാട് വാമ്പയറുകളെ കൊന്നു തള്ളുകയും ചെയ്തു. അതിലൊന്ന് 2 വാമ്പയറുകളെ അവര് ജയിലിലടക്കുകയും ചെയ്യാണ്. അങ്ങനെ വാമ്പയറുകളെല്ലാം നശിപ്പിച്ചതിന് ശേഷം ആ ഒരു പ്രീസ്റ്റുകളെയെല്ലാം പിരിച്ചു വിടുകയാണ് ചെയ്തത്. പിന്നീട് ദൈവത്തിന്റെ പോരാളികളായിട്ടുള്ള ആ പ്രീസ്റ്റുകളെ നഗരത്തിലുടനീളം കാണാനുമില്ല. പിന്നീട് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാനും തുടങ്ങി. അങ്ങനെ ഈ ഒരു സ്റ്റോറി കഴിഞ്ഞതിന് ശേഷം അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഒരാളിപ്പോൾ തന്റെ വീടിന് വെളിയിലായിട്ട് മണ്ണിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്തായാലും നമുക്ക് ജോർജ് എന്ന് വിളിക്കാം. അതേസമയം തന്നെ അവന്റെ ഭാര്യ ആ വീടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു. അവളുടെ പേര് ഷാനോ. അതുമല്ലാതെ ഇവർക്ക് 2 പേർക്കും ഒരു മകളുണ്ട്. അവളുടെ പേര് ലൂസി എന്നാണ്. അപ്പോൾ ലൂസിക്കാണെങ്കിൽ ഇവരോടൊപ്പം അങ്ങനെ അധികം താമസിക്കുന്നത് ഇഷ്ടമല്ല. എന്താണ് കാരണമെന്ന് വെച്ചാൽ ഇവർ ആ ഒരു പട്ടണത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് മാറി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അധികം സുഹൃത്തുക്കളോ വെളിയിൽ പോകാനായിട്ട് എപ്പോഴും അനുവാദവും ഇല്ല. അടുത്തെങ്ങും സംസാരിക്കാൻ പോലും ആരുമില്ല. അതുകൊണ്ട് ലൂസി എപ്പോഴും ആ ഒരു പട്ടണത്തിൽ പോയി ചുറ്റി അടിച്ചിട്ടായിരിക്കും ദിവസവും വീട്ടിലേക്ക് വരുന്നത് തന്നെ. അങ്ങനെ എന്നതേം പോലെ തന്നെ ലൂസി വെളിയിൽ പോയിട്ട് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ശരി നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആഹാരം കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു സ്ഥലം തന്നെ കുലുങ്ങാൻ തുടങ്ങുന്നു. ഭൂമി ഉലുക്കാണോ എന്ന് നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും അല്ല. ജോൺ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുന്നതും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് നശിച്ചെന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു വാമ്പയറുകൾ ഇപ്പോൾ ഇവരുടെ വീട് നോക്കി വരികയാണ്. അങ്ങനെ വാമ്പയറുകളെ കാണുന്നതും ജോണും ഷാനോയും പെട്ടെന്ന് ലൂസിയെ അവരുടെ വീടിന് താഴെയായിട്ടുള്ള ബേസ്മെന്റിലേക്ക് ഇറക്കി അവളെ അവിടെ തന്നെ സേഫായിട്ട് ഇരുത്തിയിട്ട് ഇവർ 2 പേരും തോക്കെല്ലാം എടുത്തിട്ട് ആ ഒരു വാമ്പയറുകളുമായിട്ട് മുകളിൽ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നു. ആ ഒരു ശബ്ദം അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ അലറി വിളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ അവൾ പേടിച്ചിരിക്കുന്നതും ഈ ഒരു വാമ്പയറുകൾ അവിടെ നിന്ന് പോയോല്ലേ എന്ന് കാണിക്കുമ്പോൾ അതൊന്നും പോയിട്ടില്ല. പെട്ടെന്ന് ആ ഒരു ബേസ്മെന്റിന്റെ ഡോർ തുറന്നിട്ട് ആരോ ഒരാൾ അവളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നതും ലൂസി നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ആ ഒരു സഭ നിർമ്മിച്ച ആ ഒരു വലിയ നഗരത്തെയാണ് കാണിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നഗരമാണിത്. അതുമല്ലാതെ ഈ ഒരു നഗരത്തിനുള്ളിലേക്ക് സൂര്യ വെളിച്ചം ഒരിക്കലും കടന്നു വരത്തില്ല. അതേസമയം ആ ഒരു നഗരത്തിനുള്ളിലൂടെ നമ്മുടെ ഈ മൂവിലെ ഹീറോ ആ ഒരു പ്രീസ്റ്റ് ഉണ്ടല്ലോ അവനിങ്ങനെ നടന്നു പോകുന്നതും പെട്ടെന്ന്
ആ ഒരു നഗരത്തിന്റെ പല സ്ക്രീനുകളിലൂടെ ഒരു ഫാദർ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. എന്താണ് ആ ഒരു ഫാദർ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു സഭ പറയുന്നതായിരിക്കും അവസാന തീരുമാനം. അതുകൊണ്ട് സഭ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കണം. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനെ തന്നെ എതിർക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നതും അവിടെയുള്ള ജനങ്ങളെല്ലാം ആ ഒരു കാര്യത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പ്രീസ്റ്റ് ഇപ്പോൾ മറ്റൊരിടത്തേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് കുമ്പസരിക്കേണ്ട സ്ഥലം. അങ്ങനെ ഇവിടേക്ക് വന്നിട്ട് ഒരു സ്ക്രീനിൽ ആ ഒരു ഫാദർ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതും ആ ഒരു ഫാദറിന്റെ മുന്നിൽ പ്രീസ്റ്റ് കുമ്പസരിക്കുന്നു. എന്താണ് പ്രീസ്റ്റ് പറയുന്നതെന്നല്ലേ, എൻ്റെ സുഹൃത്തിനെ ആ ഒരു വാമ്പയർമാർ കൺമുന്നിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. ആ ഒരു കാര്യം എനിക്ക് ഉറങ്ങുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും സ്വപ്നമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നതും ആ ഒരു ഫാദർ പറയും, നീ എപ്പോഴും ആ ഒരു കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു കാര്യം കഴിഞ്ഞുപോയി. നീ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നല്ലതുപോലെ വിശ്വസിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും നമ്മുടെ പ്രീസ്റ്റ് അവിടെ നിന്നും താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ അവിടേക്ക് വരുമ്പോഴത്തേക്കെല്ലാം ആ ഒരു ജനങ്ങൾ ഈ പ്രീസ്റ്റുകളെ ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത്. കാരണം സാധാരണ മനുഷ്യരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ പ്രീസ്റ്റുകൾ, അവരുടെ ജീവിത രീതിയും എല്ലാം. അങ്ങനെ പ്രീസ്റ്റ് നടന്ന് തൻ്റെ വീട്ടിലേക്ക് വരുന്നതും അവനെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ ഡോറിനടുത്തേക്ക് വന്നിട്ട് അങ്ങനെ നിൽക്കുന്നതും പുറകിലാവൻ വരുന്നതും പെട്ടെന്ന് പിടിച്ച് അവന് താഴേക്ക് തള്ളിയിടുമ്പോഴത്തേക്കാണ്. ഇവന്റെ പേര് ഹിക്സ് എന്നാണ്, നമുക്ക് ഹിക്ക് എന്ന് വിളിക്കാം. അപ്പോൾ ഹിക്ക് ലൂസിയുടെ ബോയ് ഫ്രണ്ടാണ്. ഇപ്പോൾ ഹിക്ക് ഇവിടേക്ക് വരാനുള്ള പ്രധാന കാരണം ലൂസിനെയും ലൂസിയുടെ ഫാമിലിനെയും ആ ഒരു വാമ്പയർമാർ കൊണ്ടുപോയെന്നുള്ള കാര്യം പ്രീസ്റ്റിനോട് പറയാനും അതേപോലെ തന്നെ പ്രീസ്റ്റിന്റെ സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഹിക്ക് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു പ്രീസ്റ്റിനെ തന്നെ കാണാൻ വരാനായിട്ടുള്ള ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ലൂസിയുടെ അച്ഛൻ പ്രീസ്റ്റിന്റെ സഹോദരനാണ്. അങ്ങനെ ലൂസിയെ പറ്റി പ്രീസ്റ്റിനോട് പറയുന്നതും അപ്പോൾ ആദ്യം നമ്മുടെ പ്രീസ്റ്റ് അതിനൊരിക്കലും സമ്മതിക്കില്ല. പക്ഷേ ലൂസിയുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും തൻ്റെ ഫാമിലിയെ രക്ഷിക്കാനായിട്ട് താൻ പോയാലേ ശരിയാവത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആ ഒരു ഫാദറിനോട് അനുവാദം ചോദിക്കാനായിട്ട് ആ ഒരു സഭയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും ഇതിലെ പ്രധാനപ്പെട്ട ആ ഒരു ഫാദർ ആണെങ്കിൽ ഈ ഒരു കാര്യം ഒരിക്കലും സമ്മതിക്കത്തില്ല. അയാൾ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു വാമ്പയറുകളെ ഇവർ പൂർണ്ണമായിട്ടും നശിപ്പിച്ചോന്നാണ്. അതുകൊണ്ട് വാമ്പയറുകൾ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല, നിന്നോട് ആരോ കള്ളം പറഞ്ഞതാണ് എന്ന് നമ്മുടെ പ്രീസ്റ്റിനോട് പറയുന്നതും തൻ്റെ ഫാമിലിയെ പറ്റിയും സഹോദരൻ്റെ മകളെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. ഒരിക്കലും ആ ഒരു ഫാദർ അതിന് സമ്മതിക്കുന്നില്ല. ആ ഒരു ഫാദർ നമ്മുടെ പ്രീസ്റ്റിനോട് പറയുന്നത്, ഞാൻ പറയുന്നത് നീ ഒരിക്കലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു നഗരം വിട്ട് പോകരുത്. ഇതാണ് സഭയുടെ തീരുമാനം. ഈ ഒരു തീരുമാനം നീ വിസമ്മതിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ നീ എതിർക്കുന്നതാണ് അർത്ഥം. മറിച്ച് ഈ ഒരു സഭയുടെ അധികാരിയെ ചോദ്യം ചെയ്ത് ഈ ഒരു നഗരം വിട്ട് പോകാനായിട്ടാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ അത് സഭയെയും ദൈവത്തിനെയും ധിക്കരിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ ഫലമായിട്ട് നിന്നെ ഈ ഒരു സഭയിൽ നിന്ന് തന്നെ പുറത്താക്കും. ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം നീ തീരുമാനം എടുക്കാനായിട്ട് എന്നിങ്ങനെ പറയുന്നതും പ്രീസ്റ്റിന് രണ്ടാമതൊന്നും ആലോചിക്കാനില്ല. ഈ ഒരു സഭയിൽ നിന്നും തന്നെ പുറത്താക്കിയാലും തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രീസ്റ്റ് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് തന്നെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ പോകുന്നത് ജോണിന്റെ അടുത്തേക്കാണ്. തൻ്റെ സഹോദരനുണ്ടല്ലോ, അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ജോൺ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വാമ്പയറുകളുടെ ആക്രമണത്തിൽ മരിച്ചില്ലായിരുന്നു, പരിക്ക് പറ്റി കിടക്കുകയാണ്. പക്ഷെ അവന്റെ ഭാര്യയാണെങ്കിൽ അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഹീറോയെ കാണുമ്പോഴത്തേക്കും ജോൺ പെട്ടെന്ന് പറയും, ലൂസിനെ അവർ കൊണ്ടുപോയി, എനിക്ക് നിന്നെ മാത്രമേ ഇനി വിശ്വാസമുള്ളൂ, എൻ്റെ മകളെ നീ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ, നിന്നെയാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ജോൺ അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ജോണിന്റെയും അവന്റെ ഭാര്യയുടെയും മരണാനന്തര ചടങ്ങുകളെല്ലാം നല്ലതുപോലെ തന്നെ നടത്തിയിട്ട് അങ്ങനെ അതിനുശേഷം അതിവേഗതയിൽ പോകുന്ന ഒരു വലിയ ട്രെയിനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ ഒരു ട്രെയിനിനുള്ളിലാണ് ലൂസി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുള്ളത്. അവൾ മരിച്ചിട്ടില്ല, അവളെ ഇപ്പോൾ ഒരു കൂടിനകത്ത് പിടിച്ചിട്ടേക്കാണ്. അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും അവളുടെ മുന്നിൽ ഈ വാമ്പയറിന്റെ അടിമയായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് അവളോട് ഒരു സ്ത്രീ ആദ്യമായിട്ട് കാണുന്നത് പോലെ പല കാര്യങ്ങളും അവനിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ പുറകിൽ ഒരുത്തൻ തലയിൽ തൊപ്പിയെല്ലാം വെച്ച് വന്നിട്ട് അവനെ എടുത്ത് ദൂരേക്ക് എറിയുന്നതും ഇവനാണ് ഈ ഒരു വാമ്പയറുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അവരുടെ ഒരു നേതാവ്. അപ്പൊ ഈ ഒരു വാമ്പയർ തലവന്റെ പേര് ബ്ലാക്ക് ഹാറ്റ് എന്നാണ്. അപ്പൊ അവന് ലൂസിയെ വെച്ചിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ലൂസിയെ പിടിച്ച് ഈ ഒരു കൂടിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോഴേക്കും തന്നെ ലൂസി ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അവൻ മറുപടിയായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അവൾ പറയും, എന്നെ രക്ഷിക്കാനായിട്ട് എൻ്റെ വല്യച്ഛൻ പ്രീസ്റ്റ് ഇവിടേക്ക് വരും, അദ്ദേഹത്തെ നിനക്ക് ഒരിക്കലും തടയാൻ കഴിയത്തില്ല എന്നിങ്ങനെ പറയുന്നു. അതേസമയം തന്നെ നമ്മുടെ ഹീറോ ഈ ഒരു നഗരം വിട്ട് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ്റെ ആ ഒരു സൂപ്പർ ബൈക്ക് എടുത്ത് ലൂസിയെ തേടി പോവാണ്. അതേസമയം സഭയ്ക്കുള്ളിൽ കാണിക്കുമ്പോൾ നമ്മുടെ പ്രീസ്റ്റ് സ്വന്തമായിട്ട് ഈ ഒരു തീരുമാനം എടുത്ത് സഭയിൽ നിന്ന് പുറത്തായതുകൊണ്ട് തന്നെ പ്രീസ്റ്റിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കൊന്നുകൊണ്ട് വരാനായിട്ടും ഒരു 2 പ്രീസ്റ്റുകളെയും അതേപോലെ തന്നെ ഒരു പ്രീസിസ്റ്റിനെയും ചുമതലപ്പെടുത്തി പറഞ്ഞുവിടും. അതനുസരിച്ച് ആ ഒരു 3 പ്രീസ്റ്റുകളും നമ്മുടെ ഹീറോ പ്രീസ്റ്റിനെ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്നു. 3 പ്രീസ്റ്റുകളല്ല, മൊത്തത്തിൽ 4 പ്രീസ്റ്റുകളുണ്ട്. അവർ 4 പേരായിട്ടാണ് നമ്മുടെ ഹീറോയെ അന്വേഷിച്ച് പോകുന്നത്.
അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ലൂസിയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കാണ് ഹിക്കു അവിടേക്ക് വരുന്നത്. അങ്ങനെ ഹിക്ക് അവിടേക്ക് വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നീ എന്തായാലും അതിനുവേണ്ടി തയ്യാറായി എന്ന് പറയുന്നതും ഹീറോ അവനോടൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ വീട്ടിലിരുന്ന് ആയുധങ്ങളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹിക്ക് അവിടേക്ക് വന്ന് ഞാനും നിന്നോടൊപ്പം വരാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നതും ഹീറോ ഒരിക്കലും ഹിക്കിനെ വിശ്വസിക്കത്തില്ല. കാരണം വാമ്പയറുകളായിട്ട് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേഗതയ്ക്കൊപ്പം അതിനോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ വേണം കൂടെ വരാനായിട്ട്. അതുകൊണ്ട് നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നതും ഹിക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ബുള്ളറ്റുകളുണ്ട്. അതിലൊരു ബുള്ളറ്റ് എടുത്ത് ആ ഒരു ബുള്ളറ്റ് വായുവിലേക്ക് എറിഞ്ഞ് അവൻ്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ആ ഒരു ബുള്ളറ്റിലേക്ക് എറിഞ്ഞ് ആ ഒരു ബുള്ളറ്റിനെ 2 പീസാക്കി മാറ്റുകയാണ്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് അവനിലുള്ള വിശ്വാസം കൂടിയിട്ട് ഈ ഒരു ബുള്ളറ്റുകൾ ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ തയ്യാറാക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവരുടെ ആയുധങ്ങളെല്ലാം റെഡിയാക്കി രണ്ടുപേരും നേരെ ലൂസിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് വീടിന് വെളിയിൽ വന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഒരുപാട് കാൽപ്പാടുകൾ ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഇത് ആ ഒരു വാമ്പയറുകളുടെ കാൽപ്പാടുകളാണ്, ഇത് ഫോളോ ചെയ്തിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞ് ആ ഒരു ദിശ നോക്കി ഇവർ രണ്ടുപേരും ആ ഒരു സൂപ്പർ ബൈക്കുകളിലായിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് രണ്ടുപേരും തകർന്ന ഒരു പഴയ നഗരത്തിലേക്ക് വരും. സത്യത്തിൽ അത് കാണുമ്പോഴത്തേക്കും വലിയൊരു ഇൻഡസ്ട്രി പോലെയാണ് തോന്നുന്നത്. അതുമല്ല ഇവർ നോക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് അങ്ങനെ ആരെയും കാണാനില്ല. അങ്ങനെ രണ്ടുപേരും അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് ഈ വാമ്പയറുകൾ അടിമകളാക്കി വെച്ചിരിക്കുന്ന മനുഷ്യര് ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരെയും കണ്ടുകൊണ്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് ചെല്ലുന്നതും ഇവരുടെ എല്ലാവരുടെയും നേതാവായിട്ടുള്ള മറ്റൊരുത്തൻ ഇവിടെ ഉണ്ട്. അവനാണെങ്കിൽ ഒരുപാട് കോഴികളെ അവിടെ വളർത്തുന്നുണ്ട്. അതിലൊരുപാട് കോഴികളെ എടുത്ത് അതിൻ്റെ എല്ലാം തലയിപ്പോൾ അറുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവൻ്റെ മുന്നിലേക്ക് ഇവർ വന്നിട്ട് ചോദിക്കും, ലൂസി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ വാമ്പയറുകൾ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, അവൾ ഏത് വഴിയാണ് കൊണ്ടുപോയിട്ടുള്ളത്, ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരിക്കലും അതിന് മറുപടി പറയത്തില്ല. കാരണം വാമ്പയറുകളാണല്ലോ ഇവരെ ഭരിക്കുന്നത്. ശരി, ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഇവിടെ തന്നെ അണ്ടർഗ്രൗണ്ടിൽ ഒരു ചേംബർ ഉണ്ട്, അതിനുള്ളിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അത് തുറന്ന് ഇതിനകത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് മനുഷ്യരുടെ എല്ലാം കൂടുകളാണ് കിടക്കുന്നത്. അതുമല്ല അകത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഒരു മുറിക്കുള്ളിലെ ഒരു മനുഷ്യന്റെ കണ്ണിങ്ങനെ കാണുന്നതും അത് ചവിട്ടി തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്തുള്ളത് ഒരടിമയാണ്. ആ ഒരു അടിമ ഇവരെ കാണുന്നതും ഹേയ് എന്നെ ഒന്നും ചെയ്യരുത് പ്രീസ്റ്റ്, എന്നെ വെറുതെ വിടണം, അതേപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പാടില്ലായിരുന്നു, അത് നിങ്ങൾക്ക് ആപത്താണ് എന്നെല്ലാം ഇങ്ങനെ പറയുന്നതും പ്രീസ്റ്റ് അവനോട് ചോദിക്കുന്നുണ്ട് ആ വാമ്പയറുകൾ അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ അത് അറിയത്തില്ല എന്നാണ് പറയുന്നത്. അതേസമയം ഹിക്കാണെങ്കിൽ വെളിയിൽ നിൽക്കാണ്. ആ ഒരു സമയത്ത് ഈ മുകളിൽ നിന്ന് ആ ഒരു അടിമകളുണ്ടല്ലോ ഇവരെല്ലാം ആയുധമായിട്ട് നമ്മുടെ ഹീറോയിനെ ഹിക്കിനെ കൊല്ലാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കാണുന്നതും ഇവർ രണ്ടുപേരും അവരോട് ഫൈറ്റ് ചെയ്യുന്നു നല്ല രീതിയിൽ. അങ്ങനെ ആദ്യം ഈ ഒരു ചേംബറിന്റെ വെളിയിലേക്ക് നമ്മുടെ ഹിക്ക് എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെട്ട് വെളിയിലേക്ക് വരുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയും ചാടി വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഹിക്ക് തൻ്റെ ആ ഒരു തോക്കെടുക്കുമ്പോഴത്തേക്കും ഹീറോ പറയും, ഹേയ് ഇവരെ തടയാൻ വേണ്ടിയിട്ട് എന്തിനാ ഈ ഒരു തോക്ക് ഉപയോഗിക്കുന്നത്, ഞാൻ മതി എന്നും പറഞ്ഞ് ഒറ്റയാളായിട്ട് നിന്നിട്ട് അതിൽ രണ്ടുപേരെ നല്ല വേഗത്തിൽ ഫൈറ്റ് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു തലവനുണ്ട്, അവനെ പിടിച്ചിട്ട് ഇനിയെങ്കിലും പറയും അവൾ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നത്. അപ്പോഴും പേടിക്കാതെ നീ ഒരു വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത്, അതുമല്ല ഈ ഒരു സ്ഥലത്ത് നീ ഒരിക്കലും വരരുതായിരുന്നു, കാരണം സൂര്യൻ ഇപ്പോൾ അസ്തമിക്കാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് ഇരുട്ട് വീഴുന്നു. അപ്പോഴേക്കും ആ ഒരു ചേംബറിനുള്ളിൽ നിന്നും ഒരുപാട് വാമ്പയറുകൾ ചാടി പുറത്തേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാമ്പയറുകൾക്ക് ഒരിക്കലും സൂര്യപ്രകാശത്തിൽ വെളിയിലേക്ക് വരാൻ കഴിയത്തില്ല. അതുമല്ല ഈ ഒരു വാമ്പയറുകളുടെ സ്ഥലമാണല്ലോ ഇത്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം വെളിയിലേക്ക് വന്ന് നമ്മുടെ ഹീറോയിനെയും ഹിക്കിനെ കൊല്ലാനായിട്ട് നിൽക്കുന്നതും ഹിക്കിനോട് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു ബൈബിൾ എടുത്ത് ഇങ്ങനെ വായിക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്തിനാണ് ബൈബിൾ വായിക്കുന്നത് നമുക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. നമ്മുടെ ഹീറോയുടെ മുന്നിലേക്ക് ചാടി വരുന്നതും ആ ഒരു ബൈബിള് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ കുടയുന്നതും അതിനുള്ളിൽ നിന്നും ചെറിയ ചെറിയ കുരിശ് മെറ്റൽ പീസുകളാണ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത്. എന്നിട്ട് അതിൽ ഓരോന്നായിട്ട് പിടിച്ച് അങ്ങനെ നല്ല വേഗതയിൽ ഈ ഒരു വാമ്പയറുകളുടെ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതും ഇതെല്ലാം നല്ല മൂർച്ചയുള്ള ആയുധങ്ങളായിരുന്നു. അത് ഇതിൻ്റെ ദേഹത്തേക്ക് കൊണ്ടിട്ട് ഈ ഒരു വാമ്പയറുകളെല്ലാം പീസായിട്ട് മുറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ആ ഒരു വാമ്പയറിൻ്റെ വേഗതയിൽ തന്നെ നമ്മുടെ ഹീറോ അതിനോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഒന്നിനെ വിടാതെ എല്ലാത്തിനെയും കൊല്ലുകയാണ്. അതേസമയം നമ്മുടെ ഹിക്ക് തോക്ക് ഉപയോഗിച്ചിട്ട് ഒരു വാമ്പയറിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ ഹീറോ പറയും, ഇങ്ങനെയല്ല, ഒരു മനുഷ്യനെ ഷൂട്ട് ചെയ്യുന്ന വേഗതയിൽ ഒരിക്കലും ഒരു വാമ്പയറിനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, കാരണം അതിലേക്കാട്ടി വേഗതയിലായിരിക്കും വാമ്പയറുകൾ വരുന്നത്. അപ്പോഴേക്കും ആ ഒരു കൂട്ടത്തിൽ ഒരു വാമ്പയർ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു. എന്നിട്ട് വീണ്ടും ഈ ഒരു നേതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇനി പറയും
അവരെവിടെയാന്ന് ചോദിക്കുന്നതും അവൻ മറുപടി പറയത്തില്ല. അപ്പോഴേക്കും ആ ഒരു കത്തിയെടുത്ത് അവന്റെ കാലിലേക്ക് കുത്തിയിട്ട് ഇനിയെങ്കിലും പറയാനായിട്ട് പറയുമ്പോൾ അവൻ പേടിച്ചിട്ട് പറയും, ഈ വാമ്പയറുകളുടെ എല്ലാം നേതാവ് ഒരു ചെറിയ പെൺകുട്ടിയെ കിഴക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോയതായിട്ട് ഞാൻ കണ്ടിരുന്നു, ഇല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും രക്ഷപ്പെട്ടുപോയ ആ ഒരു വാമ്പയർ ഉണ്ടല്ലോ, പെട്ടെന്ന് ആ ഒരു വാമ്പയർ മുകളിൽ നിന്ന് താഴേക്ക് ചാടി വന്നിട്ട് നമ്മുടെ ഹീറോയെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. എന്നിട്ട് ദൂരേക്ക് എടുത്ത് എറിയുന്നതും വാമ്പയറിനോടൊപ്പം തന്നെ നമ്മുടെ ഹീറോയും ആ ഒരു ചേംബറിലേക്ക് വന്ന് ചാടി വീഴും. അതേസമയം ഹിക്കാണെങ്കിൽ ആരാണ് മരിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നതും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ മുകളിലേക്ക് കയറി വരുന്നു, ആ ഒരു വാമ്പയറിനെ കൊന്നിട്ട്. അങ്ങനെ മുകളിലേക്ക് കയറി വന്നിട്ടാണ് ഹിക്കിനോട് പറയുന്നത്, ശരി നീ തോക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ്, കാരണം ഒരു മനുഷ്യനെ ഷൂട്ട് ചെയ്യുന്ന വേഗതയിൽ വാമ്പയറുകൾക്ക് നേരെ ഈ ഒരു തോക്ക് ഉപയോഗിക്കാൻ പാടില്ല, കാരണം മനുഷ്യനെ കാട്ടി വേഗതയിലാണ്. അതുകൊണ്ട് വാമ്പയറുകൾ സഞ്ചരിക്കുന്നതിന് മുന്നേ തന്നെ കണക്ക് കൂട്ടി നീ അതിനെ ഷൂട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ലൂസിയെ കൊണ്ടുപോയിരിക്കുന്നത് എവിടെയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. കാരണം ഈ ഒരു വാമ്പയറുകൾ താമസിക്കുന്ന ഒരു വലിയ മലയുണ്ട്, അവിടേക്കാണ് ലൂസിയെ കൊണ്ടുപോയതെന്ന് ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഹിക്കിനെയും കൂട്ടി നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അതേസമയം ലൂസിയുടെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ അന്വേഷിച്ച് ഒരു പ്രീസ്റ്റസ് ഉണ്ടല്ലോ, ആ ഒരു ലേഡി അവൾ ഇവിടേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മൂവിയിലെ ഹീറോയിൻ. അപ്പോൾ ഇവർ പോയിരിക്കുന്ന ആ ഒരു വഴി ഏതാണെന്ന് ഹീറോയിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെ ഫോളോ ചെയ്തിട്ട് അവൾ ഇങ്ങനെ പോകുന്നു. അതേസമയം നമ്മുടെ ഹീറോയും ഹിക്കും ആ ഒരു വലിയ മലയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും മലയുടെ മുകളിലായിട്ട് ഒരുപാട് ഹോളുകൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം ഒരു വാമ്പയറുകൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പതിയെ ആ ഒരു മലയുടെ മുകളിലേക്ക് കയറി ആ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിങ് സീനിൽ ഇവിടെ വെച്ചിട്ടാണ് ഹീറോയുടെ ആ ഒരു സുഹൃത്തിനെ ഇവിടെ വെച്ചാണ് വാമ്പയറുകൾ കൊണ്ടുപോയി കൊന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കും എന്ന് പറഞ്ഞ് ഹിക്കിനെയും കൊണ്ട് ഈ ഒരു മലയുടെ മധ്യഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിന് ചുറ്റുമായിട്ട് ഈ വാമ്പയറുകൾ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുഹകളുണ്ട്. അങ്ങനെ ഹീറോ ഹിക്കിനോട് പറയും, ശരി നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, എന്നോടൊപ്പം വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു കുഴിയിലേക്ക് എടുത്തങ്ങ് ചാടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹിക്കാണെങ്കിലും ആ ഒരു ഗുഹയുടെ പല ഭാഗങ്ങളിലും അന്വേഷിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ എവിടെയും ആരെയും കാണാനില്ല. പകരം ഒരുപാട് മനുഷ്യരുടെ അസ്ഥികൾ മാത്രം. ഒരു കുഞ്ഞിൻ്റെ പാവ വരെ അവിടെ കിടപ്പുണ്ട്. കാരണം ഈ ഒരു പല നഗരങ്ങളും നശിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വാമ്പയറുകൾ പോകുന്നത്. അതേസമയം നമ്മുടെ ഹീറോ താഴേക്ക് ചെന്നിട്ട് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ പുറകിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവിടേക്ക് ചെന്നിട്ട് എന്താണെന്നറിയാൻ വേണ്ടി ആ ഒരു സാധനത്തിനെ അറ്റാക്ക് ചെയ്യുന്നതും അതാരാണെന്ന് കാണിക്കുമ്പോൾ പ്രീസിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹീറോയിൻ. അപ്പോഴാണ് ഹീറോയിൻ ഇവിടേക്ക് വരാനായിട്ടുള്ള ആ ഒരു കാരണം എന്താണെന്ന് പറയുന്നത്, നിന്നെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടാണ് ഞാൻ വന്നത്, പക്ഷേ ഒരിക്കലും അത് ഞാൻ ചെയ്തില്ല. കാരണം എനിക്ക് നിന്നെ നല്ലതുപോലെ അറിയാം, നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നോടൊപ്പം വന്ന ബാക്കി 3 പ്രീസ്റ്റുകളും നിന്നെ അന്വേഷിച്ച് അടുത്തുള്ള ആ ഒരു നഗരത്തിലേക്ക് പോയിട്ടുണ്ട്. നീ ഇവിടേക്ക് വരുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്നും പറഞ്ഞ് ഹീറോയിനും ഹീറോയോടൊപ്പം തന്നെ ചേരുകയാണ് ലൂസിയെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഈ ഒരു സ്ഥലം സംരക്ഷിക്കുന്ന മറ്റൊരു വലിയ വാമ്പയർ ഇങ്ങനെ വരുന്നു. അതിനോട് നമ്മുടെ ഹീറോ ഫൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അതിനെ കൊല്ലാൻ കഴിയുന്നില്ല, അത്രയും വലുതാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനും അവനോടൊപ്പം ചേർന്നിട്ട് രണ്ടുപേരും അതിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അവസാനം ഹീറോ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് തൻ്റെ കയ്യിലുള്ള 2 കത്തിയെടുത്ത് അതിനടുത്തേക്ക് ഇങ്ങനെ ചാടി വരുന്നതും ഹീറോയിൻ 2 വലിയ കല്ലുകളെടുത്ത് ഹീറോയുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കും. അതിൽ ചവിട്ടി ആ ഒരു വാമ്പയറിൻ്റെ അടിയിലൂടെ അതിൻ്റെ വയർ കീറി ആ ഒരു വാമ്പയറിനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിക്കിനും ഹീറോയിൻ ആരാണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവളെയും പരിചയപ്പെടുത്തിയിട്ട് ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു വശത്ത് നിന്ന് എന്തൊരു കാറ്റ് വരുന്നു. അപ്പോൾ ഇത്രയും വലിയ ഗുഹയ്ക്കകത്ത് കാറ്റ് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു കാറ്റ് വരുന്ന ദിശ നോക്കി ഇവർ പോകുന്നതും ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു വലിയ നഗരം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വാമ്പയറുകളെല്ലാം അടുത്തതായിട്ട് പോയിരിക്കുന്നത് ആ ഒരു നഗരത്തിലേക്കാണെന്ന്. അതുപോലെ അതേ ആ ഒരു നഗരത്തിലാണല്ലോ നമ്മുടെ ഹീറോ അന്വേഷിച്ച് ബാക്കി 3 പ്രീസ്റ്റുകളും പോയിട്ടുള്ളത്. അതേസമയം ആ ഒരു നഗരത്തിൽ കാണിക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു TTR വെളിയിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പോഴേക്കും അയാളാണെങ്കിൽ ആ ഒരു ട്രാക്കിനടുത്ത് നിൽക്കുന്നതും ഒരു വലിയ ട്രെയിൻ അവിടേക്ക് ഇങ്ങനെ വരുന്നു. ഇയാളാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെ അവിടെ വരുന്നതും ആ ഒരു ട്രെയിൻ ഏതാണെന്ന് കാണിക്കുമ്പോൾ ആഹാ, നമ്മുടെ ആ ഒരു വില്ലനുള്ള വാമ്പയറുകളെല്ലാം നിറയെയുള്ള ആ ഒരു വലിയ ട്രെയിനാണിത്. ആ ഒരു ട്രെയിൻ ഈ ഒരു നഗരത്തിലേക്ക് വന്ന് അടുത്തതായിട്ട് കാണിക്കുമ്പോൾ ഈ ഒരു വാമ്പയറുകളെല്ലാം നഗരത്തിനകത്തേക്ക് ചെന്ന് അവിടെയുള്ള മനുഷ്യരെ എല്ലാം കൊല്ലുകയാണ്. വില്ലനാണെങ്കിൽ നല്ല ആസ്വദിച്ച് ആ ഒരു ശബ്ദമെല്ലാം കേട്ട് ഒരു സൈക്കോയെ പോലെ ഇങ്ങനെ നിൽക്കുന്നതും അവൻ്റെ പുറകിലായിട്ട് ഇവിടേക്ക് വന്ന ആ ഒരു 3 പ്രീസ്റ്റുകൾ അവർ വന്നിങ്ങനെ നിൽക്കുന്നതും ഇവരെ കാണുമ്പോഴത്തേക്കും തന്നെ ആ വില്ലൻ പറയുന്നുണ്ട് അടുത്തേക്ക് വാന്ന്. അങ്ങനെ അതിലൊരു പ്രീസ്റ്റ് തൻ്റെ കയ്യിലുള്ള ആ ഒരു ആയുധം വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഈ ഒരു വില്ലനെ പേടിപ്പിക്കാൻ വേണ്ടി. അപ്പോഴേക്കും ആ ഒരു വില്ലൻ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ 2 ചോയ്സ് തരാം. ഒന്നുകിൽ എന്നോടൊപ്പം ഫൈറ്റ് ചെയ്ത് ഇവിടെ വെച്ച് മരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ
എൻ്റെ പാത പിന്തുടർന്ന് ഈ ഒരു ലോകത്തെ നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ഭരിക്കാം. ഇതിലേതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും അതിലൊരു പ്രീസ്റ്റ് ഒരിക്കലും അതിന് തയ്യാറാവാതെ തൻ്റെ കയ്യിലുള്ള ആ ഒരു ആയുധം വെച്ച് നല്ല രീതിയിൽ എന്തൊക്കെയോ കാണിച്ച് ഈ ഒരു വില്ലൻ്റെ അടുത്തേക്ക് ചാടി ഇങ്ങനെ വരുന്നതും വില്ലനാണെങ്കിൽ കൈ മടക്കി ഒരു ഒറ്റ ഇടി, ആ ഒരു ഇടിയിൽ പ്രീസ്റ്റ് തെറിച്ച് താഴേക്ക് വീഴുന്നു. വില്ലൻ്റെ കയ്യിൽ കാണിക്കുമ്പോൾ രക്തം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രീസ്റ്റിനെ ഒരിടിക്ക് തന്നെ കൊല്ലുകയും ചെയ്തു. ബാക്കിയുള്ള 2 പ്രീസ്റ്റുകൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എന്തായാലും അവരെയും കൊന്നു എന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും ടീമും ഇവിടേക്ക് വന്ന് ഈ ഒരു നഗരത്തിലേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. മനുഷ്യൻ്റെ അസ്ഥിയോ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഈ ഒരു നഗരം മുഴുവനായിട്ടും മനുഷ്യരില്ലാതെ ക്ലീൻ ആയിട്ട് കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഇവിടേക്ക് വന്ന ആ ഒരു വാമ്പയറുകൾ അവരെല്ലാവരെയും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അതുമല്ലാതെ നഗരത്തിൻ്റെ പ്രധാന ഭാഗത്ത് കാണിക്കുമ്പോൾ ആ ഒരു 3 പ്രീസ്റ്റുകളെയും കൊന്ന് കുരിശ് പോലെ ആക്കി അവിടെ കെട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീസ്റ്റുകളെ കൊണ്ട് ഒരിക്കലും ആ ഒരു വാമ്പയറുകളെ കൊല്ലാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വാമ്പയറുകൾക്കുള്ളിൽ തന്നെ വളരെ ശക്തിയുള്ളൊരു നേതാവ് ഉണ്ടാവും എന്നിവർ മനസ്സിലാകും. അതുമല്ലാതെ ഇത്രയും വേഗതയിൽ ഓരോ നഗരവും നശിപ്പിച്ച് ഈ ഒരു വാമ്പയറുകൾ എങ്ങനെ സഞ്ചരിക്കുന്നെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കാണ് ഹിക്ക് ആ ഒരു ട്രാക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ഒരു ട്രാക്ക് വഴി അവരൊരു ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുപയോഗിച്ചാണ് അവർ ഓരോ നഗരത്തിലേക്കും പോകുന്നത്. അതുകൊണ്ട് അവർ നമുക്ക് തടഞ്ഞേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയുള്ള അടുത്ത നഗരങ്ങളിലേക്ക് ഇവർ അതിവേഗതയിൽ സഞ്ചരിച്ച് എല്ലാ നഗരങ്ങളെയും നശിപ്പിച്ചുകൊണ്ടായിരിക്കും അവർ പോകുന്നത്. പക്ഷെ പേടിക്കാനായിട്ടുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെയിൽവേ ട്രാക്ക് അടുത്തതായിട്ട് പോകുന്നത് ഇവരുടെ ആ ഒരു തിരുസഭയുള്ള ആ ഒരു നഗരത്തിലേക്കാണ്. അതുകൊണ്ട് ആ ഒരു ട്രെയിൻ തടയാനായിട്ട് ഇവരൊരു പ്ലാൻ ചെയ്യാണ്. അതേസമയം തന്നെ ആ ഒരു ട്രെയിനുള്ളിൽ ഇവരുടെ ആ ഒരു നേതാവിനെ ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുമ്പോഴത്തേക്കും ആ ഒരു നേതാവിൻ്റെ നെറ്റിയിലും പ്രീസ്റ്റുകളുടെ നെറ്റിയിലുള്ളതുപോലെ തന്നെ ആ ഒരു കുരിശ് പച്ച കുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാരാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ ഹീറോയുടെ സുഹൃത്തിനെ ആ ഒരു വാമ്പയറുകൾ ഗോയ്ക്കുള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് പോയല്ലോ. ആ ഒരു സുഹൃത്താണ് ഇപ്പോൾ ഈ ഒരു വാമ്പയറുകളുടെ നേതാവായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു ട്രെയിൻ തടയാൻ വേണ്ടി ഒരു വലിയ മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ഹീറോ ഇതിനു മുന്നേ തന്നെ പറഞ്ഞിരുന്നു, ഒരു പക്ഷേ ലൂസിയെ ആ ഒരു വാമ്പയറുകൾ ആക്രമിച്ച് അവൾ ഒരു വാമ്പയറായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ അപ്പോൾ തന്നെ കൊല്ലുമെന്ന്. അപ്പോൾ അത് കാരണം ലൂസിയുടെ ബോയ് ഫ്രണ്ടാണല്ലോ ഹിക്ക് ഈ ഒരു കാര്യം ഓർത്തിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് നമ്മുടെ ഹീറോയുടെ നേർക്ക് ചൂണ്ടിയിട്ട് ഒരുപക്ഷെ അവൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി നിങ്ങൾ അവളെ കൊല്ലാനായിട്ട് നിൽക്കുവാണെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും ഇവിടെ വെച്ചാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത്, അവളെ കൊല്ലാനും കൊല്ലാതിരിക്കാനുള്ള അധികാരം എനിക്കുണ്ട്, കാരണം അവൾ എൻ്റെ മകളാണ് എന്നിങ്ങനെ പറയുന്നതും അപ്പോഴാണ് നമ്മുടെ ഹീറോയിനും ആ ഒരു സത്യം പറയുന്നത്. ഇവർക്ക് 2 പേർക്കും ജനിച്ച കുട്ടിയാണ് ലൂസി. ഇവരാദ്യം സ്നേഹിച്ച് വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ ഒരു പ്രീസ്റ്റുകളെ ആവശ്യമുള്ളത് കൊണ്ടും ആ ഒരു നഗരത്തെ രക്ഷിക്കാൻ വേണ്ടിയും നമ്മുടെ ഹീറോ സ്വയമേ ആ ഒരു പ്രീസ്റ്റായിട്ട് മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് അവൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് തൻ്റെ മകളെ തൻ്റെ സഹോദരന് വളർത്താനായിട്ട് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഹീറോ ഒരു പ്രീസ്റ്റായിട്ട് മാറുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഹീറോയിനും ഈ ഒരു പ്രീസ്റ്റസ് ആയിട്ട് മാറുമായിരുന്നു. അങ്ങനെ ഈ ഒരു സത്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇവർ 3 പേരും ഇപ്പോൾ ആ ഒരു ട്രെയിനെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ പോയിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിനെ കാട്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ച് ആ ഒരു റെയിൽവേ ട്രാക്കിൽ ബോംബുകൾ വെക്കുക, അങ്ങനെ ഈ ഒരു ട്രെയിനെ തടഞ്ഞു നിർത്തുക. അതേസമയം ഹിക്കാണെങ്കിൽ ഈ ഒരു ട്രെയിനിൻ്റെ പുറകെ കയറി ലൂസി അന്വേഷിക്കുന്നു. ഹീറോ ആണെങ്കിൽ ഈ ഒരു ട്രെയിനിൻ്റെ നടുവിൽ ഭാഗത്തേക്ക് കയറി ഇതിൻ്റെ ആ ഒരു നേതാവുണ്ടല്ലോ അതിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ പോകുന്നതും അതിനകത്ത് നിന്ന് ഈ ഒരു വാമ്പയറിൻ്റെ അടിമകളുണ്ടല്ലോ അവർ താഴേക്ക് ചാടി അവരും അവരുടെ ബൈക്കുകളെടുത്ത് താഴേക്ക് ചാടി ഹീറോയിനെ കൊല്ലാനായിട്ട് അവളുടെ പുറകെ വരികയാണ്. ഹീറോയിൻ ആണെങ്കിൽ തൻ്റെ ആ ഒരു സൂപ്പർ ബൈക്കിൻ്റെ വേഗത നല്ല രീതിയിൽ കൂട്ടിയിട്ട് കുറേ മുന്നിലേക്ക് പോയിട്ട് ആ ഒരു ട്രാക്കിൽ ആ ബോംബുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മുടെ ഹിക്കാണെങ്കിൽ ട്രെയിനിൻ്റെ പുറകെ കയറി ഓരോ ബോഗികളിലൂടെ നടന്ന് പോകുമ്പോഴത്തേക്കും ഒരു ബോഗിക്കുള്ളിലെ ഒരുപാട് മുട്ടകളുണ്ട്. അത് ഈ ഒരു വാമ്പയറുകളുടെ മുട്ടയാണ്. അതിലൊന്നും തട്ടാതെ പതിയെ അവ മുന്നിലേക്ക് പോകുന്നു. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്താണ് വില്ലനായിട്ടുള്ള ബ്ലാക്ക് ഹാറ്റ് ഹീറോയുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ വില്ലനെ കാണുമ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, ഹേയ് നീ മരിച്ചില്ലേ, നീയാണോ ഇവരുടെ നേതാവ്, നീ എന്തിനാ എങ്ങനെയല്ല ചെയ്യുന്നേ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അവൻ എങ്ങനെയാണ് ഈ ഒരു രൂപത്തിലായി മാറിയതെന്ന് ഹീറോയോട് ഇപ്പോൾ പറയാണ്. എന്താണെന്ന് വെച്ചാൽ അന്ന് ഹീറോയുടെ കയ്യിൽ നിന്നും ആ വാമ്പയറുകൾ അവനെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്ന സമയത്ത് കൊല്ലുന്നതിന് മുന്നേ തന്നെ വാമ്പയറുകളുടെ റാണി അവനെ കൊല്ലുന്നതിന് പകരം ആ റാണിയുടെ രക്തം അവനെ കുടിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു മനുഷ്യ വാമ്പയറിനെ ഇവനിലൂടെ ആ ഒരു റാണി ഉണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു റാണിക്കും ഇവനും ഇനി ഒരുപാട് ആളുകളെ വേണം. അതുകൊണ്ടാണ് ഹീറോയുടെ മകള്
ലൂസിയാണെന്ന് മനസ്സിലാക്കി ലൂസിയെ തട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ലൂസിയെ തട്ടിക്കൊണ്ട് വന്നാലേ ഹീറോ അവളെ അന്വേഷിച്ച് ഇവിടേക്കും വരത്തുള്ളൂ. ഇപ്പോ നമ്മുടെ ഹീറോയെ ഒരു വില്ലൻ അന്വേഷിക്കാൻ കാരണം ഹീറോയെ അവനെ പോലെ തന്നെ ഒരു മനുഷ്യ വാമ്പയറാക്കി മാറ്റണം, എന്നിട്ട് ഈ ഒരു ലോകം നമുക്ക് ആ ഒരു റാണിയോടൊപ്പം ഭരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ അതിന് തയ്യാറാവത്തില്ല. അത് കേൾക്കുന്നത് ആ ഒരു വില്ലനെ നല്ല ദേഷ്യം വന്നിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് വില്ലനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അവനൊരു വാമ്പയറും കൂടി ആയതുകൊണ്ട് അവൻ്റെ ശക്തിക്ക് മുന്നിൽ ഹീറോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതേസമയം ഉള്ളിൽ നമ്മുടെ ഹിക്കിനെ കാണിക്കുമ്പോഴത്തേക്കും അവനിങ്ങനെ നടന്നു വരുന്ന സമയത്താണ് വാമ്പയറുകളെല്ലാം കൂടി അവനെ കൊല്ലാനായിട്ട് ഇങ്ങനെ ചാടി വരുന്നു. അവനാണെങ്കിൽ ഓടി അടുത്തൊരു ബോഗിയിലേക്ക് വരുന്നതും അവിടെ നമ്മുടെ ലൂസിയെ കാണുന്നു. അതേസമയം ലൂസിയെ പിടിക്കാനായിട്ട് ചെല്ലുന്നതിന് മുന്നേ തന്നെ മറ്റൊരു അടിമ വന്ന് ലൂസിയെ പിടിച്ച് അടുത്തൊരു ബോഗിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു ബോഗി അങ്ങ് മൂടുകയും ചെയ്യുന്നതും ഹിക്കിന് ഇപ്പോൾ അകത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആയിട്ട് വില്ലൻ നല്ല ഇതിൽ ഫൈറ്റ് ചെയ്ത് അവസാനം ഹീറോയെ അടിച്ച് താഴേക്കിടുന്നു. ഹീറോ നേരെ താഴേക്ക് വന്ന് വീഴുന്നതും വില്ലൻ വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയെ കാണുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ആ ഒരു ട്രെയിനിനടിയിലായിട്ട് തന്നെ തൂങ്ങിക്കിടപ്പുണ്ട്. എന്നിട്ട് പതിയെ ആ ഒരു ഭാഗം ഇടിച്ച് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഹിക്ക് നിൽക്കുന്നു. അങ്ങനെ രണ്ടുപേരും മുകളിലേക്ക് കയറുന്നതും ആ ഒരു വാമ്പയറുകളെല്ലാം ഇപ്പോൾ ഇവരുടെ പുറകെ വരുന്ന സമയത്ത് ഹിക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ മുകളിലേക്ക് നോക്കി 2-3 തവണ ഷൂട്ട് ചെയ്യുന്നതും സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വാമ്പയറുകൾക്ക് ഇവരുടെ അടുത്തേക്ക് വരാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, നീ ലൂസിയെ കണ്ടത് ചോദിക്കുമ്പോൾ അടുത്ത ബോഗിയിൽ തന്നെയുണ്ട്, അവളെ അവിടേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നതും രണ്ടുപേരും ആ ഒരു ബോഗിക്കുള്ളിലേക്ക് ചെന്നിട്ട് അതേസമയം തന്നെ നമ്മുടെ ആ ഒരു വില്ലനും ഇതിനകത്തേക്ക് ചാടി വരുന്നതും ആദ്യം നമ്മുടെ ഹിക്കുമായിട്ട് നല്ല ഇതിൽ ഫൈറ്റ് ചെയ്യും. പക്ഷേ ഹിക്കിനെ കൊണ്ടും ഹീറോയെ കണ്ട് അവനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരവസരത്തിൽ ഹിക്കിനെ നല്ലതുപോലെ അടിച്ചിട്ട് ആ ഒരു ട്രെയിനിൽ നിന്നും ഹിക്കിനെ ചവിട്ടി പുറത്തേക്ക് കളയും. ഹിക്ക് നേരെ താഴെ വന്ന് വീണു. അവനിനി പുറകെ പോകാനും കഴിയത്തില്ല. അതേസമയം നമ്മുടെ ഹീറോയെ നല്ല രീതിയിൽ അടിക്കുന്ന സമയത്താണ് ആ ഒരു അടിമയെ അടുത്തുള്ളൊരു വിളക്കെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ഒരു ഒറ്റയടി അവൻ്റെ ദേഹം തീ പിടിച്ച് അവനവിടെ വെച്ച് കത്തി നശിക്കുന്നതും അടുത്തുള്ളൊരു കത്തിയെടുത്ത് നമ്മുടെ വില്ലനെ കുത്താനായിട്ട് ഇങ്ങനെ ചെല്ലും. പക്ഷേ വില്ലനാണെങ്കിൽ അത് പിടിച്ചു നിർത്തിയിട്ടാണ് അവളോട് പറയുന്നത്, നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ പ്രീസ്റ്റ് ആയിട്ടുള്ള ഹീറോയാണ് അവളുടെ അച്ഛൻ എന്നുള്ള കാര്യം അവൾക്കിപ്പോൾ മനസ്സിലാവുകയാണ്. അങ്ങനെ ഇത് മനസ്സിലാവുന്നതും ലൂസി അടിച്ച് ദൂരേക്ക് കളഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആയിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഹീറോയെ ഒരു കത്തി വെച്ച് അവിടെ ഇങ്ങനെ കുത്തി നിർത്തുകയാണ്. ഹീറോയുടെ തോളിലേക്ക് ആ ഒരു കത്തി ഉപയോഗിച്ച് അവനെ അവിടെ കുത്തി നിർത്തുകയാണ്. എന്നിട്ട് നമ്മുടെ ലൂസിനെ എടുത്ത് മുകളിലേക്ക് ചാടി അങ്ങ് പോവുകയും ചെയ്യും. അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ അവിടെ ഈ ബോംബ് വെക്കുന്ന സമയത്ത് ഈ ഒരു അടിമകളെല്ലാം കൂടി അവളുടെ അടുത്തേക്ക് വരുന്നതും ഹീറോയിൻ അവളുടെ കയ്യിലുള്ള ആ ഒരു ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അവരോട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാണ്. അതൊരു 1-1.5 ഫൈറ്റാണ്. പല അടിമകളെയും പീസായിട്ടാണ് അവൾ കൊല്ലുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫൈറ്റാണ്. ഇത് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഈ ഒരു അടിമകളെല്ലാം അവൾ കൊല്ലുന്നതും അതിലെടുത്ത് തെറിച്ച് ഈ ഒരു ബോംബിന് മുകളിലേക്ക് വീഴുന്നതും അതിൻ്റെ വയർ കണക്ഷൻ എല്ലാം പോയി. അതിനി വർക്കാവത്തില്ല. അവൾ ആ ഒരു ബോംബുകളെല്ലാം എടുത്ത് ബൈക്കിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. അതേസമയം നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഒരു കുരിശ് പോലെയുള്ള ഒരു ആയുധമുണ്ട്. അതങ്ങനെ കയ്യിലെടുക്കുന്നതും മുകളിൽ ആ ഒരു വില്ലനിപ്പോൾ ലൂസിനെ കടിച്ച് അവളുടെ രക്തം കുടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നതും ഹീറോ മുകളിലേക്ക് വന്ന ആ ഒരു ആയുധം എടുത്ത് വില്ലൻ്റെ മുകളിലേക്ക് ഒരു ഒറ്റയേറ് അപ്പോഴേക്കും ലൂസിനെ പിടിവിട്ട് അവളെ എടുത്ത് ദൂരേക്ക് എറിയുന്നതും ഹീറോ അതിൻ്റെ മുന്നേ തന്നെ ലൂസി അങ്ങ് പിടിക്കുകയും ചെയ്യും. എന്നിട്ട് ലൂസിയെ പിടിച്ചിങ്ങനെ തൂങ്ങിക്കിടന്ന്, ഇല്ല മോളെ, ഒരിക്കലും ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുന്നതും ആ ഒരു വില്ലനിപ്പോൾ ഇവരുടെ മുന്നിലേക്ക് വന്ന് ഹീറോയുടെ കയ്യിലേക്ക് ചവിട്ടാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ തൻ്റെ ബൈക്കിൽ ആ ഒരു ബോംബെല്ലാം വെച്ചിട്ട് നല്ല സ്പീഡിന് തന്നെ ഈ ഒരു ട്രെയിനിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അടുത്തെത്തുന്നതും ആ ഒരു ബൈക്കിൽ നിന്ന് ഒരു ഒറ്റ ചാട്ടം. വില്ലൻ ഇത് കാണുന്നതും അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയും ലൂസിനെ സേഫാക്കി ആ ഒരു ട്രെയിനിൽ നിന്നും ചാടുന്നു. അതേസമയം നമ്മുടെ വില്ലൻ ഇപ്പോൾ ആ ഒരു തീയിൽ പെട്ട് കത്തിക്കരിഞ്ഞില്ലാതാവുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ട്രെയിനിനുള്ളിലുള്ള എല്ലാ വാമ്പയറുകളും നശിക്കുകയും ചെയ്യും. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹിക്കിപ്പോൾ ആ ഒരു അടിമകളുടെ ബൈക്ക് കൊടുത്ത് നേരെ ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഹീറോ നോക്കുമ്പോഴത്തേക്കും ലൂസിക്ക് കുഴപ്പമൊന്നുമില്ല, അവള് സേഫാണ്. അതേസമയം ഹീറോയിന് എന്ത് സംഭവിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന് ഒരു കുഴപ്പമില്ല, അവളും സേഫായിട്ട് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ലൂസി എന്തായാലും രക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നഗരത്തിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സഭയിലെ ഫാദർ ഉണ്ടല്ലോ, അയാൾ പറഞ്ഞിരുന്നു വാമ്പയറുകൾ ഒരിക്കലും ഇല്ലാന്ന്. പക്ഷെ അയാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഹീറോ അതിലൊരു വാമ്പയറിന്റെ തലയും വെട്ടി ഈ ഒരു സഭയിലേക്ക് കടന്നു വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച്
അയാളുടെ മുന്നിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും വാമ്പയറുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അതിന് തെളിവാണിത് എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് അവരോട് പറയും വാമ്പയറുകൾ ഒരിക്കലും അവസാനിച്ചിട്ടില്ല, ഇനിയാണ് അതിൻ്റെ എല്ലാം തുടക്കം, അതെല്ലാം ഇനിയും പലയിടങ്ങളിലുണ്ട്, അവരെല്ലാവരെയും നശിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഇപ്പോൾ വാമ്പയറുകളെ കൊല്ലാനായിട്ട് ഒറ്റയ്ക്ക് അടുത്ത നഗരങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നതും പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.